പിശാചിന് ആരുടെ എവിടേക്കും കയറി വരാൻ ആരുടെ അനുവാദം വേണ്ട. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അനുവാദം വേണം. നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അനുവദിക്കണം. നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതെല്ലാം മാറ്റണം. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 23 വാക്യം. സർവശക്തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണം, നിന്നെ തന്നെ എളിമപ്പെടുത്തണം, അനീതിയെ അകറ്റിക്കളയണം, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും. സ്വർണം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനമല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ഏറ്റവും വിലപിടിപ്പായി വെച്ചത് അതിനെ ഞാൻ പൊടിയിൽ കളയണം. ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിൽ. എന്തൊക്കെ ഞാൻ വില കൊടുത്ത് കയറ്റി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ മാറ്റണം. അതിന് പകരം ആരാവണം? സർവശക്തനിൽ നീ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ. ഈ സ്വർണം, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച് വെള്ളിയും ആകണം. അപ്പം നീ സർവശക്തനിൽ ആനന്ദിക്കും. ഇതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള വഴി. ഇത് നമ്മൾ സ്വയം ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് കയറി വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കയറി വരാവുന്ന ആൾ ക്ഷണിക്കപ്പെടാത്ത നമ്മുടെ അതിഥി തന്നെയായിരിക്കും.